മാനെ നീ കേക്ക് അല്ല വേണ്ട നീ കാണാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14 December 2023. അതെനിക്കുള്ളതാ. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. ഇതോടെ ഞാൻ ഇവിടെ ഇല്ലാതാകും. സോ പറയണമെന്ന് ഒന്ന് തോന്നി. അപ്പൊ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ. ഇപ്പോ അക്കാര്യത്തിൽ അന്വേഷണ സംഘം പറയുന്നത് പരാതിക്കാരിയായ യുവതിയുടെ മൊഴിയിൽ കുറച്ച് വൈരുദ്ധ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് വിശദമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, പൊരുത്തക്കേട് ഉണ്ട് എന്നാണ്. അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലൊരു നിശ്ചയില്ല. ചോദിച്ചാ പറയും കർത്താവാണെന്ന്. ആര് വിശ്വാസത്തില്ല ഞാനും. അപ്പൊ ഇന്നലെ വിനീത് ശ്രീനിവാസനും വന്നിട്ട് ആ ദിവസങ്ങളിൽ, ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ നിവിൻ ഇവിടെയായിരുന്നു, ക്രൗൺ പ്ലാസ ഹോട്ടലിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ട് അതിന്റെ ഇൻവോയ്സ് രേഖകളൊക്കെ കണ്ടു. പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ, ആദ്യം അവർ പറഞ്ഞിരുന്നത് ദുബായിലുള്ള ഫ്ലോറൽ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലും അത് പറഞ്ഞു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷേ ആ ദിവസങ്ങളിൽ, അതായത് 2021 വരെ മാത്രമാണ് നിവിൻ പോളി ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത്, ദുബായിൽ താമസിച്ചിട്ടുള്ളത്. ഞാൻ പെട്ടു ഇല്ലേ? ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കേട്, കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ ഭായി. ആ ദിവസങ്ങളിൽ, ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല, കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ്. ദുബായിലായിരുന്നില്ല, കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ പല തെളിവുകളും ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുന്നതും. ഇതിൽ പറയുന്ന അടിസ്ഥാനപരമായി കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മൊഴി വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനം. ഈ പൊരുത്തക്കേടുകൾ തന്നെ വലിയ പൊരുത്തക്കേടുകൾ തന്നെയാണ്. കാരണം ഈ തീയതി തന്നെ മാറിപ്പോകുന്നു. തീയതി മാറിപ്പോയാൽ തന്നെ ഈ പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റു രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം എല്ലാത്തിനും നിന്നെ കൂടെ ഉത്തരം പറയിക്കും.